ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡ് എന്നിവയെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് ഉള്ളത് 4 സബ്ജക്റ്റാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഈ 4 സബ്ജക്റ്റിനാണ് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ളത് അല്ലേ. അപ്പം ഈ ഒരു 4 സബ്ജക്റ്റിലെ സുവോളജി, ബോട്ടണി സെപ്പറേറ്റ് ആണ്. അങ്ങനെ 5 റെക്കോർഡ് ബുക്കാണ് നമുക്ക് എഴുതി തീർക്കാനായിട്ടുള്ളത്. ആദ്യം പറയട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി 40 മാർക്ക്, മാത്സ് 40 മാർക്ക്, പിന്നെ ബയോളജിയിൽ സുവോളജിക്ക് 20, ബോട്ടണിക്ക് 20. അങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലിന് 40 മാർക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് റെക്കോർഡ് ബുക്കിൻ്റെ മാർക്കാണ്. റെക്കോർഡ് ബുക്കിന് 4 മാർക്കാണ് വരുന്നത്. ഓക്കെ, റെക്കോർഡ് ബുക്കിന് വരുന്നത് 4 മാർക്കാണ്. ഇനിയും പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ആണിയൊക്കെ അടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ സ്കൂളിൽ വേറെ രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഇത് ഞങ്ങൾ ബോട്ടണി പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, അങ്ങനെ എഴുതി. പിന്നെ അകത്തേക്ക് വരുമ്പോൾ അത് ഫ്രണ്ട് ഇൻഡെക്സ് കൊടുക്കാൻ എഴുതാൻ പറയുമ്പോൾ ഇൻഡെക്സ് എഴുതണം. ഹെഡിങ് കൊടുത്തു. ഇതേപോലെ ഈ സൈഡിൽ എഴുതുക, ഈ സൈഡിൽ എന്താ വരയ്ക്കുക. ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടണി. പിന്നെ അതേപോലെ തന്നെ സുവോളജി അതേപോലെ സെയിം രീതിയിൽ തന്നെയാണ്. ഇതാണ് സുവോളജി റെക്കോർഡ്. പെൻസിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രാക്ടിക്കലിന് കൊടുക്കുക. കണ്ടേ, ഈ സൈഡ് എഴുതുക, ഈ സൈഡ് വരയ്ക്കുക. പേജ് നമ്പറൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് തെറ്റിപ്പോകും. കണ്ടേ, ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് അത് കൊടുക്കുന്നത്. പിന്നീട് അതിന് രണ്ടിനും സുവോളജിക്ക് 20 മാർക്ക്, ബോട്ടണിക്ക് 20 മാർക്ക് എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് കെമിസ്ട്രിക്കകത്ത് നമുക്ക് സാൾട്ട് അനാലിസിസും വോൾമെട്രിക് അനാലിസിസുമാണ് നോക്കുന്നത്. നിങ്ങൾ സാൾട്ട് അനാലിസിസ് പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടാകും. പിന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് സ്കൂൾ വർക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. എന്താണ്ടേ, നമ്മൾക്ക് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് PDF വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാനുവലിനകത്തുള്ളതുപോലെ വരച്ച് എഴുതി വെക്കുമായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേയൊക്കെ. പിന്നെ സോൾട്ട് ഞങ്ങൾക്ക് റഫായിട്ട് സോൾട്ട് അനാലിസിസ് ആയിരുന്നു ആദ്യമേ ഞങ്ങൾ ചെയ്തത്. അത് റഫായിട്ട് ചെയ്ത് അതൊരു നോട്ടിൽ എഴുതാൻ പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ എഴുതി. അതിനുശേഷം നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് അത് മാറ്റി എഴുതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വോൾമെട്രിക് അനാലിസിസ്, ട്രിഗണോമെട്രി, ആൽജിബ്ര ഒക്കെയാണ്. പിന്നെ സോൾട്ട് ലാസ്റ്റാണ്. ഇവിടാണ് സോൾട്ട് എഴുതേണ്ടത്. ഇങ്ങനെ കിടക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ഇവിടാണ് നമുക്ക് സോൾട്ട് കണ്ടത്. സോൾട്ട് നമ്മളിവിടാണ് എഴുതി പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതി പോകായിരുന്നേ. അപ്പം അതാണ് അവിടെ ഉള്ളത്. ഇനി അടുത്തത് മാത്സ് നമുക്ക് ഇൻഡെക്സ്, എക്സ്പെരിമെൻ്റ് എഴുതിയത്. പിന്നെ മാത്സ് നമ്മൾ ഇപ്പം നമുക്കിന്ന് ലാബ് ഉണ്ടെങ്കിൽ നമ്മളിന്ന് അത് ഏതാണോ ഇന്ന് എടുക്കാൻ പോകുന്ന ലാബ് എന്നുള്ളത് മുൻകൂട്ടി പറയുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് വേണം ലാബിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ആദ്യം തന്നെ കണ്ടതൊക്കെ തീർത്ത് വെച്ചാൽ ലാസ്റ്റ് പ്രാക്ടിക്കൽ ടൈം ആ ഒരു മാസം ഫുള്ളായിട്ട് കളയേണ്ട. കുറേയൊക്കെ നമുക്ക് പഠിക്കാനും കൂടെ തിയറി പഠിക്കാനും കൂടെ സമയം കിട്ടും. അതുകൊണ്ട് പ്രാക്ടിക്കൽ നിങ്ങൾ ആദ്യമേ പഠിക്കുമ്പം തന്നെ പഠിച്ചു കിട്ടാൽ മതി. ഇത് സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ഇത് മാത്സ് ഞങ്ങളോട് ആദ്യമേ തന്നെ എഴുതാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം തന്നെ അത് എഴുതി. എന്നിട്ട് നമ്മൾ വാല്യൂ എഴുതാനുള്ള ഒരു സ്പേസ് മാത്രം അവിടെ വിട്ടു. ഒരു ലാബിൽ നിന്ന് കഴിയുകയാണെങ്കിൽ ആ ലാബിൻ്റെ ആൻസേഴ്സ്, അതായത് റെക്കോർഡിൽ എഴുതും, അന്ന് തന്നെ എഴുതി വയ്ക്കണം. അങ്ങനെയായിരുന്നു. പിന്നെയുള്ളത് ഫിസിക്സ് ഞങ്ങൾക്ക് 14 എക്സ്പെരിമെൻ്റാണ്. 10-12 എക്സാമിന് വെക്കുന്നത്. ഓക്കെ, അതെ, ഇതേപോലെ നമുക്ക് ഫിസിക്സിനും എല്ലാത്തിനും മാത്സിനും സൈൻ ഇവിടെ തരും. ഇതാണ്ട് ഇതേപോലെ എല്ലാത്തിനും സൈൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഫിസിക്സ് സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുതി തുടങ്ങിയത്. കാരണം ടീച്ചർ പറയുന്ന രീതിയിൽ വേണമായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ എഴുതുക റെക്കോർഡ് ബുക്ക്. പിന്നെ നമ്മൾ റെക്കോർഡ് ബുക്കിൻ്റെ മാർക്ക് നമ്മൾ കളയാൻ പാടില്ല. 4 മാർക്കുണ്ട്. അപ്പം ഇത്രയാണ് ഞങ്ങൾ റെക്കോർഡ്. പ്രാക്ടിക്കലിന് വേണ്ടി കൂടുതൽ സമയം അങ്ങ് ചിലവഴിക്കേണ്ട. സിമ്പിളാണ് പ്രാക്ടിക്കൽ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.